ഇന്നലെ യുഎസ് മാർക്കറ്റുകളെല്ലാം മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് ആണ് മൈനസിലേക്ക് ക്ലോസ് ചെയ്തത്. യുണൈറ്റഡ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന കമ്പനി ഏതാണ്ട് 17% മൈനസ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. അതിന്റെ സിഇഒ കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ആയതാണ് പ്രധാനപ്പെട്ട കാരണം. ഡൗ ജോൺസ് ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള കമ്പനികളാണ് യുണൈറ്റഡ് ഹെൽത്ത് ഇൻഷുറൻസ്. നാസ്ഡാക്കും S&P 500 പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ ഏതാണ്ട് 1.5% മൈനസിലാണ് ക്ലോസ് ചെയ്തത്. അമേരിക്കയിലും ഇന്ത്യയിലും കൺസ്യൂമർ ഇൻഫ്ലേഷനെ സംബന്ധിച്ചുള്ള ഡേറ്റകൾ ഇന്നലെ വന്നിരുന്നു. രണ്ട് ഡേറ്റയും വളരെ പോസിറ്റീവ് ആയിട്ടാണ് വന്നത്. ഇനി അമേരിക്കയും യു എസുമായിട്ടുള്ള ട്രേഡ് ചർച്ചകൾ പുരോഗമിക്കുന്നത് കൊണ്ട് ഏതാണ്ട് റിസഷനുള്ള റിസ്ക് കുറഞ്ഞു എന്ന തരത്തിൽ പല റേറ്റിംഗ് ഏജൻസികളും അവരുടെ റിസഷൻ റിസ്ക് കട്ട് ചെയ്ത് തുടങ്ങി. ഇത് ആഗോള മാർക്കറ്റിന് പൊതുവെ ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലെ എഫ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ് ഇപ്പോൾ ബുള്ളിഷ് ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ബെയറിഷ് സെന്റിമെന്റ്സിന് ശേഷം അവരെ കംപ്ലീറ്റ്ലി ബുള്ളിഷ് പൊസിഷനിലേക്ക് തിരിഞ്ഞു. കൂടുതലായിട്ട് കോൾ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുട്ട് പൊസിഷൻ സെല്ല് ചെയ്തതായിട്ട് കാണുന്നു. പ്രോ ട്രേഡേഴ്സ് ബെയറിഷ് ആയി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവർ ബുള്ളിഷ് ആയിരുന്നു. ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻ ന്യൂട്രൽ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഫ്യൂച്ചറിലെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് ഏതാണ്ട് 54% ഷോർട്ട് ആയിട്ടാണ് നിൽക്കുന്നത്. ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 62%, അതുപോലെ പ്രോ ട്രേഡേഴ്സ് ഏതാണ്ട് 76% ഷോർട്ട് പൊസിഷനിലും ആണ് നിൽക്കുന്നത്. റീറ്റെയിൽ ട്രേഡേഴ്സ് മാത്രമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്നത്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഐഷർ മോട്ടോഴ്സ്, ശ്രീ സിമെന്റ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ലൂപ്പിന്, ടാറ്റ പവർ, അപ്പോളോ ടയേഴ്സ്, ബർജർ പെയിന്റ് എന്നീ കമ്പനികളുടെ റിസൾട്ട് ആണെന്ന് വരാനിരിക്കുന്നത്. ഇന്ന് മാർക്കറ്റിനെ സ്വാധീനിക്കാനുള്ള പ്രധാനപ്പെട്ട ഡേറ്റ ഏതാണ്ട് 12 മണിക്ക് ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ പുറത്തു വരും. അത് മാത്രമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഡേറ്റ. ഇതുപോലെ USA നിന്ന് FOMC ചില മെമ്പേഴ്സിന്റെ സ്പീച്ച് പറയുന്നുണ്ട്. ഈ രണ്ട് ഡേറ്റകളാണ് ഇന്ന് മാർക്കറ്റിൽ നിന്ന് വരുന്നത്. ഇന്നലെ അതുപോലെ ഭാരതി എയർടെൽ വളരെ മികച്ച തരത്തിലുള്ള ഒരു റിസൾട്ടാണ് കാഴ്ചവെച്ച്. ടാറ്റ സ്റ്റീലിന്റെ റിസൾട്ടും മികച്ചതായിരുന്നു. വരുന്ന 30 ദിവസത്തിനുള്ളിൽ യുഎസിലെ ഫാർമ പ്രോഡക്റ്റുകളുടെ വില കുറയ്ക്കണം, അത്തരത്തിലുള്ള ഒരു ബില്ലില് US പ്രസിഡന്റ് ട്രംപ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഇത് ജനറിക് മരുന്നുകൾ ഉത്പാദിപ്പിക്കുന്ന കമ്പനികളെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇന്നലെ സിപ്ലയുടെ സിഇഒ പറയുന്നുണ്ട്. ഇതേ തുടർന്ന് ഒരുപക്ഷെ ഫാർമ കമ്പനികളെല്ലാം ഇന്നലെ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ മൊത്തം പൊസിഷൻ നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് മാത്രമാണ് ബുള്ളിഷ്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്നലെ കണ്ടിരുന്നു. ഇന്നിപ്പോ ഏഷ്യൻ വിപണികളും കഴിഞ്ഞ ദിവസം യൂറോപ്യൻ വിപണികളും അമേരിക്കൻ വിപണികളും എല്ലാം പോസിറ്റീവ് തന്നെയാണ് ക്ലോസ് ചെയ്തത്. GNX നിഫ്റ്റി ഏതാണ്ട് 80 പോയിന്റോളം ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. 24,800, 25,000 ലെവലിലാണ് നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ഉള്ളത്. 24,600, 24,400 ലെവലിലാണ് സപ്പോർട്ട് ഉള്ളത്.